എന്താ പക്ഷേ എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? ആ പോണ നാരായണ ചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏത് യക്ഷി? കടപ്പുറം കാർത്തിയാനി. എന്റെ ദൈവമേ, ഇതിപ്പോ എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളുണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക്. ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണ ചേട്ടൻ പോണതേ 500 ആനെ കാണാനാ. 500 ആനെ കാണാനോ? ആ അതെ. ഇന്ന് എന്തെങ്കിലും നടക്കും. മുതലാളി, ഞങ്ങളുടെ 500 മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി. ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി. രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറി വാ. ദേവറന്ന് വെച്ചിട്ടേക്ക് വരുന്നു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? എന്താടാ കാര്യം? 500 മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചത്തോ? കാര്യം പറയടാ. എന്റെ നാരായണൻകുട്ടിയെ കാർത്തിയാനിയുടെ ആളുകളൊന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. ഏത് കാർത്തിയായിനിയാടാ? കടപ്പുറത്ത് കാർത്തിയാനി എന്ന് പറഞ്ഞ് ഒരുത്തി വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി. ആ അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി. എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. ആ അത് ശരി. അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്നു. ആ കടപ്പുറം കാർത്തിയാനിക്ക് എല്ലാ സഹായവും